എല്ലാവർക്കും നമസ്കാരം. ജമീലാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻ മുളകിട്ടതാണ്. എല്ലാവർക്കും ഇത് അറിയാം, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മുള്ളൻ മുളകിടുന്നത് അറിയാൻ പറ്റില്ല. മുള്ളൻ്റെ അകത്ത് ഒരുപാട് വെള്ളമൊക്കെ വെച്ച് മുള്ളൻ കലങ്ങിയൊക്കെ പോകുന്നത് ഞാൻ എത്രയോ ഇപ്പം കല്യാണം കഴിഞ്ഞ പാടുള്ള കുട്ടികൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ വീഡിയോ ഇടാൻ കാരണം. പിന്നെ ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എല്ലായ്പ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മുള്ളൻ ഇനി നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിത് കത്രിക കൊണ്ട് വെട്ടിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ കത്രിക കൊണ്ടാണ് സാധാരണ മീൻ മുറിക്കൽ. നമുക്കിതിൻ്റെ വാലും തലയും ഒക്കെ വെട്ടി എടുക്കാം. ഇത് 1/2 കിലോ മുള്ളനാണുള്ളത്. ഇത് പണ്ടുള്ളവർക്കെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതിൽ എത്ര വെള്ളം വെക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇതിടാൻ കാരണം. മുള്ളൻ തീർത്ത് ഞാൻ കഴുകി വൃത്തിയാക്കിയതാണിത്. വെട്ടിയിട്ട് ഇത് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളയൊക്കെ പൊക്കി നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് അയച്ചതാണ്. അതിന് വേണ്ട ചേരുവകൾ: മഞ്ഞൾ, ഉപ്പ്, മുളക്, തക്കാളി, പച്ചമുളക്, പുളിയിൽ വെള്ളം പാർന്ന് കുതിർത്തി വെച്ചതാണ്. തക്കാളി ഒരു വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 വേണം. നമുക്ക് ഈ മുള്ളൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞളിട്ട് കൊടുക്കാം. ഇനി മുളകും, ഇത് കാശ്മീരി രണ്ടും കൂടി ഒന്നായിട്ട് പൊടിപ്പിച്ചതാണ്. അത് കണ്ട എരിവ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കൂടുതലിടുന്നത്. നിങ്ങൾ എരിവുള്ള മുളകാണുള്ളതെങ്കിൽ നിങ്ങൾ കുറച്ചിട്ടാൽ മതി. ഇത് എരിവുണ്ടാവില്ല കാശ്മീരി ചില്ലി കൂട്ടിയത് കൊണ്ട്. ഇത് പെരക്കി ഉപ്പും മുളകും എല്ലാം പെരക്കി വെച്ചിട്ട് പുളിയും പിഞ്ഞി വെച്ചിട്ടാണ് ഞാൻ തക്കാളിയും ഒക്കെ മുറിച്ചെടുക്കുന്നത്. എല്ലാവരും മുള്ളൻ തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിൽ മഞ്ഞൾ മുളകിട്ട് മുള്ളൻ അതിലിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഞാൻ ചെയ്യൽ ഇങ്ങനെ മുള്ളനെല്ലാം പെരക്കി വെച്ച് ഉപ്പും മുളകും മഞ്ഞളും പുളിയെല്ലാം പിഞ്ഞ് പെരക്കി വെച്ചതിന് ശേഷമാണ് അടുപ്പത്ത് മൺചട്ടി വെക്കാറ്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാനത് അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കാണിക്കുന്നത്. വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചതാണിത്. ഇനി മൺചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഇട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കാം. ഇത് നല്ലവണ്ണം വാട്ടി നല്ലവണ്ണം കുഴഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതിൽ ഇടാവും. എന്താണെന്ന് വെച്ചാൽ മുള്ളന് തീരെ ഒരു വേവുമില്ല. മുള്ളനൊന്ന് പതക്കും മണിക്ക് തന്നെ 2 പത പതച്ചാൽ കലങ്ങിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊരു മീനാണ് മുള്ളൻ. ഒരു താമസമില്ല, പെട്ടെന്ന് ഞാൻ അടുപ്പത്ത് വെച്ച് പതക്കുമ്പം തന്നെ ഇറക്കി വെക്കണം. ഒരു മുളകും മഞ്ഞളും മുള്ളനും കൂടി ഒന്ന് ചേരുന്ന സമയം വേണ്ടു. അതായത് തക്കാളി നല്ലോണം ഉടഞ്ഞതിന് ശേഷം ഞാൻ മുള്ളനും ഇതെല്ലാം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ചെമ്പ് കഴുകിയിട്ട് നമുക്കിതിൽ പാർന്ന് കൊടുക്കാം. മുള്ളൻ പെരങ്ങ എന്ന് പറയും, അതേ രീതിയിലുള്ള വെള്ളമാണ് വെക്കാവൂ. ഇതിനെ കൂടിപ്പോയരുത്. ഇതാണ് വെക്കാവ്. ഇത് ഇത്രയാണ് വെള്ളം വെച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ മുള്ളൻ വേറെയായിപ്പോവും. മുള്ള് വേറെയായിരിക്കും, മേലെയുള്ള മുള്ളൻ്റെ തൊലി പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് ഇനി മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് പതച്ചിട്ട് നോക്കാം. ഇത്രയാണ് മുള്ളൻ്റെ അകത്ത് വെള്ളം വെക്കാവൂ. വെള്ളം കൂടിയാൽ മുള്ളൻ കലങ്ങിപ്പോവും. മുള്ളന് തീരെ വേവ് കുറവാണ്. മൂടി വെച്ച് നമുക്ക് ആയിക്കോ നോക്കാം. മുള്ള റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ മുള്ള ഇതൊന്ന് പതച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് തണിയുമ്പോഴേക്ക് നല്ലോണം വറ്റി എൻ്റെ തൊട്ടുണ്ടാവും. ഇപ്പോൾ ചൂടോടിയായിട്ടാണ്. ഒന്നിൽ കരിവേപ്പിലിട്ട് കൊടുക്കുക, എന്നിട്ട് ഗ്യാസ് ഓഫാക്കാം. നമ്മളുടെ മുള്ളൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് ഓഫാക്കി വെച്ചതാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി
ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.